നമസ്കാരം കൂട്ടുകാരെ. നഷ്ടബോധത്തെക്കുറിച്ചോ വിഷമത്തെക്കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ എപ്പോഴും നമ്മൾ വിഷമത്തിലോട്ട് ആഴ്ന്ന് പൊക്കോണ്ടിരിക്കും. നമ്മളെപ്പോഴും പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ, പുതിയ 2K കിഡ്സിന്റെ ഭാഷയിൽ വൈബ് അല്ലെ, വൈബ് ആവാൻ വൈബിലിയിൽ ജോയിൻ ചെയ്യുക അല്ലെ. വൈബിലിയിൽ ജോയിൻ ചെയ്യല് ഡേഞ്ചറസ് ആപ്പ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇംഗ്ലീഷ് 10 മാർക്കിന്റെ ഒരു മോക്ക് കാര്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ ഫാക്റ്റാണ് തരുന്നത്. നിങ്ങളുടെ ജൂലൈ മാസം പരീക്ഷകളിൽ നടക്കാൻ പോകും. പിന്നെ അതിനുശേഷം അസിസ്റ്റന്റ് സെയിൽസ്മാനും വരുന്നുണ്ട് അല്ലെ. ഈ പരീക്ഷയ്ക്കൊക്കെ നടക്കുന്ന ഈ ഇംഗ്ലീഷ് വിഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും കോമൺ ആണ്. ഇന്ന പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. പിന്നെ സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിയുടെ ഒരു സ്പെഷ്യൽ ആണ്. കമ്പാരിസൺ ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഡിഗ്രിയുടെ സ്പെഷ്യൽ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അത് ഇപ്പൊ അങ്ങനെ കാണാറില്ല. പിന്നെ പോലീസ് പരീക്ഷയുടെ സ്പെഷ്യൽ ആണ് ഇഫ് ക്ലോസ് ഇപ്പൊ എല്ലാ പരീക്ഷയ്ക്കും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നും ഇപ്പൊ ഇല്ല കേട്ടോ. സോ ഏതൊരു പരീക്ഷയുടെയും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉപയോഗം. അത്യാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഒരു 100 ക്വസ്റ്റ്യൻ ഒക്കെ വർക്കൗട്ട് ചെയ്താൽ ഇംഗ്ലീഷിലെ മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആവും. ഇംഗ്ലീഷിന് ഗ്രാമർ ഒന്നും അറിയണ്ട. ഗ്രാമർ ഒന്നും അറിയാതെ തന്നെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങുന്ന സ്റ്റേജ് ഉണ്ട്. അപ്പൊ 10ൽ 10 ചിലപ്പോൾ വാങ്ങാൻ പറ്റൂല, പക്ഷെ 6-7 മാർക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അതാണ് അതിന്റെ ടെക്നിക്ക്. കാരണം നോർമലി ഒരു 4 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഇത്തിരി പാടായിരിക്കൂടെ. ആ ഫസ്റ്റ് ആരും അറ്റൻഡ് ചെയ്യൂല വലുതായിട്ട്. നല്ല പാണ്ഡിത്യം ഉള്ള ആൾക്കാരെ അത് അറ്റൻഡ് ചെയ്യുള്ളൂ. അതാണ് ഇതിന്റെ ഉപയോഗം. പക്ഷെ എളുപ്പമായിട്ട് 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ എന്ത് ചെയ്യും? 10ൽ 10 മറ്റുള്ളവർ അടിക്കും, നമ്മൾ 1-2 അടിക്കും. അത് നഷ്ടമല്ലേ? അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വിട്ട് കളയരുതെന്ന് പറയുന്നത്. ഒരു ടോപ്പിക്കും PSC നമ്മൾ വിട്ട് കളയരുത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ WCPO CPO പരീക്ഷയ്ക്ക് വേണ്ടി നല്ല വൃത്തിയായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ, തീർച്ചയായും ഇംഗ്ലീഷിൽ കയറാൻ ആവത്തില്ല. നിങ്ങൾ തയ്യാറെടുപ്പിൽ ചെറിയ അപാകത വരുത്തുമ്പോഴാണ് നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാതാവുന്നത്. അതായത് നമ്മൾ വളരെ ബേക്കിലായി പോകും. നമ്മൾ നല്ലൊരു റാങ്കിൽ തന്നെ വരാൻ ശ്രമിക്കുക. അതാണ് നമുക്കൊരു സാധ്യതയുള്ളത്. 2026 WCPO CPO ക്ലാസ്സുകൾ 2026 മറ്റ് PSC പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ജനറൽ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ടെലിഗ്രാം ക്ലാസ് ആണ്. ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കമന്റിൽ മെസ്സേജ് അയച്ചാൽ മതി. മന്ത്ലി ക്ലാസ്സസ് ആണ് കേട്ടോ. ടോപ്പിക് എക്സാം എല്ലാം ഉണ്ട്. നല്ല ഒരു ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഡെസ്പെയർ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം അന്റോണിമാണ്, വിപരീത പദം കണ്ടെത്താനാണ്. ഡെസ്പെയർ എന്ന വാക്കിന് 4 ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. ഇൻസ്പയർ, ഡെസ്പെറേറ്റ്, ഹോപ്പ്, ഹറി. ഡെസ്പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലൂസ് ഹോപ്പ് ആണ്. അതായത് നമ്മുടെ പ്രതീക്ഷ തീരുന്നത്. ഡെസ്പെയർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷ, ഹോപ്പ് നശിക്കുന്നത്, നഷ്ടമാവുന്നത്. ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു അവന് ഇൻസ്പയർ, അതായത് ഇൻസ്പിറേഷൻ, പ്രചോദനം. എന്റെ വാക്കുകളായിരുന്നു അവരെ പ്രചോദിപ്പിച്ചത് എന്നൊക്കെ പറയൂലേ, പ്രചോദനം ചെയ്തത്. ഇനി ഡെസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ നിരാശാജനകം. നമുക്ക് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല, നിരാശാജനകം. ഹോപ്പ്, ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം കിട്ടുമെന്ന് ഹോപ്പ്, അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് കിട്ടിയിരിക്കുന്നൊരു ഹോപ്പ്, നമ്മുടെ ഒരു പ്രതീക്ഷ അല്ലെ. ഹറി, എന്റെ തിടുക്കം. എനിക്കിപ്പോ ക്ലാസ്സിൽ നിന്നും കാണാൻ സമയമില്ല, എനിക്ക് തിടുക്കത്തിൽ പോകണം അല്ലെ, എനിക്ക് വേറെ പഠിക്കാനുണ്ട്. അതാണ് ഹറി. അപ്പോ ഈ ഡെസ്പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശ നശിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആശയാണ് ഹോപ്പ്. ടു ലോസ് ഹോപ്പ്, ഡെസ്പെയർ. ഹോപ്പ് പ്രതീക്ഷ നൽകുന്നത്, ഹോപ്പ് ഇത് പ്രതീക്ഷ പോകുന്നത്, ഇത് പ്രതീക്ഷ കിട്ടുന്നത് അല്ലെ. അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ്, ഡെസ്പെയറിന്റെ ഓപ്പോസിറ്റ് ഹോപ്പാണ്. അപ്പൊ ഇവിടെ വച്ച് പഠിച്ച് നിർത്തരുത്. ഇംഗ്ലീഷിൽ PSCയുടെ ടെക്നിക്കാണ്. നമ്മൾ ഇത് ഒരുവണ ചോദിച്ചതല്ലേ. അപ്പൊ ഇതിന്റെ അന്റോണിമും സിനോണിമും പഠിച്ചേക്കണം. ഡെസ്പെയറിന്റെ സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡിജക്ഷൻ, അതായത് സമാന പദങ്ങൾ, പര്യായം, മിസറി, മെലാൻചോളി കേട്ടോ. മെലാൻചോളി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോയിന്റ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ചോദിക്കണമെങ്കിൽ നമുക്കറിയാം, ഹോപ്പ് ഉണ്ട്, കംഫർട്ട്, ചെയർ. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ജോയ്, കംഫർട്ട്, ഹോപ്പ് ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ചെയർ കിട്ടൂല അല്ലെ. ചെയർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഈ ഡെസ്പെയറിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അല്ല കസേര എന്നുള്ള അർത്ഥമല്ല. ഇനി അടുത്ത ടു ബ്ലെയിം, രണ്ടാമത്തെ ചോദ്യം. ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്
ആ ഒരു ഇഡിയം പഴഞ്ചൊല്ല് മീൻ ചെയ്യുന്നത്. ഈ ഒരു ശൈലി ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറഞ്ഞാൽ മാർഗദർശിയാകുക എന്ന അർത്ഥം വരും. മാർഗദർശി, അതായത് ടു ഇനിഷ്യേറ്റ് എ വർക്ക്. ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒരു മോക്ക് ടെസ്റ്റിന്റെ സീരീസ് ഞാൻ ആരംഭിക്കുകയാണ്. അതൊരു ഇനിഷ്യേഷൻ ഓഫ് വർക്കാണ്. മറ്റുള്ളവരെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വർക്ക്. ഞാൻ നല്ലവൻ എന്നല്ല പറയുന്നത്, മാർഗദർശിയാവുക. ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇനിഷ്യേറ്റ് എ വർക്ക്. ടു ഇനിഷ്യേറ്റ് എ വർക്ക് എന്നാണ് മീനിങ്. അതുപോലെ PSC പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇഡിയംസ് പഠിക്കാം. ഒന്ന്, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ഈ 2020 ചോദിച്ചാണ്. സഡൻ അൺഎക്സ്പെക്ടഡ് ഇവന്റ്, അതായത് നമ്മൾ അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്നുണ്ടാവുന്ന ഇവന്റ്സിനെയാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. അത് എ സ്റ്റോൺസ് ത്രോ. എ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ ഒരു കല്ലെറിയണ ദൂരത്തേക്കുന്ന, തൊട്ടടുത്തേക്കുന്ന, മറ്റേ ഷോർട്ട് ഡിസ്റ്റൻസ്. എ സ്റ്റോൺസ് ത്രോ എന്ന് പറയും. അടുത്ത, എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ഇൻ ദ ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബേർഡ് ഇൻ ദ ഹാൻഡ്, നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു കിളി, ഈസ് വർത്ത്, അതാണ് ഏറ്റവും വർത്തായിട്ടുള്ളത്, നല്ലത്. ഏതിനേക്കാൾ? ടു ഇൻ ദ ബുഷ്, ബുഷിനിടയിലുള്ള, ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിക്കാടല്ലേ അല്ലെ? അപ്പൊ ബുഷ് കുറ്റിക്കാട്, ചെളിക്കിടയിലുള്ള കുറ്റിക്കാട് എന്നൊക്കെ അർത്ഥം വരും. അപ്പം അങ്ങനെയുള്ള അഴുക്ക സ്ഥലത്തിരിക്കുന്ന രണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ തേടി പിടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിലുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പോ ഒരു ജോലിക്ക് പോകുന്ന ആള്, അയാൾക്ക് ദിവസം 1000 രൂപ വരുമാനമുണ്ട്. അപ്പൊ അയാൾക്ക് ഞാൻ ഒരു കഥയും കൂടെ പറഞ്ഞുതരാം. ഇത് റിയൽ സ്റ്റോറിയാണ്. ഒരിക്കലും ഈ വീഡിയോ ആ രീതിയിൽ പോകരുത്. ഞാൻ ആളുടെ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പറയൂല. ഞാൻ റിയൽ സ്റ്റോറിയാണ്, ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. അതായത് ഒരു ചേട്ടന് ഒരു സ്ഥലത്ത് വലിയ ശമ്പളം, വലിയ സാലറി ഒന്നും ഇല്ലാത്ത ഒരു ജോലി ഉണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് വേണമെങ്കിൽ അത് വെച്ച് ആ സമയത്ത് ജീവിച്ചു പോവായിരുന്നു. പക്ഷെ പുള്ളി ഇത്തിരി റിസ്ക് പിടിച്ച ഒരു ജോലിയിൽ കയറി. ഒരു ഡ്രൈവിംഗ് ജോലിയാണ്, പക്ഷെ നല്ല ശമ്പളം കിട്ടും. പക്ഷെ റിസ്ക് ആണ്, കാരണം ഉറക്കമില്ലാതെ ഒരുപാട് ലോങ് ഓടണം. സിമെന്റ് ലോറി, ഒരു ലോഡിന് നല്ല ശമ്പളമുണ്ട്. പുള്ളി പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അപകടത്തിൽ മരണപ്പെട്ടു, ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഉറങ്ങിപ്പോയതാണ്. ഓക്കെ, അത് ഒരു ഗുണപാഠമൊന്നുമല്ല, ഒരു അവസ്ഥ, ഒരു വിഷമം ആയ കാര്യമാണ്. ഗുണപാഠം എന്ന് പറയുന്നതല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അപകടം പിടിച്ചതിന്റെ പുറകെ പോകരുത്. അതാണ് ഈ ഒരു ഇതുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു പറയുന്ന കാര്യം. എ ബേർഡ് ഇൻ ദ ഹാൻഡ്, കയ്യിലുള്ള കിളിയെ കളഞ്ഞിച്ച് അപകടം പിടിച്ച 2 കിളിയുടെ പിറകെ പോകരുത്. അതാണ് അവിടെ പറയുന്നത്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗസ്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടത് നന്നായി. അതായത് തുടക്കത്തിൽ മോശമായി കരുതുകയും പിന്നീട് നമുക്ക് ഗുണമായി ഭവിക്കുന്ന കാര്യങ്ങളാണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗസ്. എക്സാമ്പിൾ, LDC 2017 ഇയറിൽ നടന്ന LDCക്ക് 93.33 മാർക്ക് വാങ്ങിച്ച ഹിരൺ H എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ആ ആളാണ് നമ്മളെ പ്രൈം PSCയിലെ യശസ് വളരെയധികം ഉയർത്തിയത്. കാരണം 1ാം റാങ്ക് 93.33 അൺബിലീവബിൾ മാർക്ക്. ആ ടൈമിൽ, ഈ ടൈമിൽ വാങ്ങും, എല്ലാവരും സിമ്പിളായിട്ട് വാങ്ങും. പക്ഷെ ആ ടൈമിൽ തൊടാൻ പറ്റൂല. കാരണം കട്ട് ഓഫ് പോലും 76 ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അതിനെക്കാട്ടി ഏകദേശം 20 മാർക്ക് കൂടുതൽ ആ സമയത്ത് LDC പോലുള്ള പരീക്ഷയ്ക്ക് വാങ്ങുന്നത് ടു മച്ച് ടഫ്. ആ സമയത്ത് നമുക്ക് തോന്നും ഈ പരീക്ഷയ്ക്ക് നമുക്ക് എഴുതിയെടുക്കാന്ന് വിചാരിക്കും, ചുമ്മാ നിസ്സാരമായിട്ട് എഴുതിയെടുക്കാന്ന് വിചാരിക്കും. പക്ഷെ നടക്കൂല, ആ സമയത്ത് നടക്കൂല. അത്രയും കാലിബറൊന്നും ആർക്കും വരത്തില്ല. മനസ്സിലായില്ല? ഇപ്പൊ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. അന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഒന്നുമായിട്ട് ചുമ്മാ പഠിച്ച് കയറാം, പക്ഷെ ഇത്രയും മാർക്ക് വാങ്ങാൻ പറ്റൂല. അപ്പോ ആ സമയത്ത് ആ ചേട്ടൻ ആ സമയത്ത് കണ്ടക്ടർ ആയിരുന്നു KSRTC. ആ ജോലി അങ്ങ് രാജിവെച്ച്, വേണമെങ്കിൽ ലോങ് ലീവ് എന്തുകൊണ്ടാണ് ഇറങ്ങായിരുന്നു, പക്ഷെ പുള്ളി അങ്ങ് രാജിവെച്ചിട്ട് പഠിച്ചു. ആൾക്കാരൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞു.
സാധനം ഇത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യും? കിട്ടിയപ്പോ 1 റാങ്ക് കിട്ടി. അപ്പൊ ഒരു സമയത്ത് നമ്മള് ഒരു ജോലി മോശം, ഇപ്പൊ ചിലർക്ക് പോലീസ് ജോലി ഭയങ്കര മോശം ജോലി എന്നാണ് ചിലർ പറയുന്നത്. കളഞ്ഞിട്ട് പോവാം, പക്ഷെ അവര് പോകൂല. ആ ജോലി നിന്നിട്ടാണ് കുറ്റം പറയുന്നത്. അതാണ് ഇതിൽ വേറൊരു കാര്യം. ശരി, അപ്പോ ഈ ജോലി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് വേറൊന്നിനു വേണ്ടി ശ്രമിക്കുന്നു, ആ ജോലി കിട്ടുന്നു. അപ്പൊ അത് ചെയ്തത് തുടക്കത്തിൽ ദോഷകരമാണ് എന്ന് മോശമാണ് എന്ന് ചിന്തിച്ചിട്ട് അത് നല്ല ഗുണമായിട്ട് ഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ എ ബ്ലെസ്സിങ് ഇൻ ഡിസ്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. എന്റെ ഷോൾഡറിൽ ചിപ്പ് ഇരിക്കുന്നതാണ് അർത്ഥം. അല്ല, നമുക്ക് തോളിൽ മാറാപ്പ് ചുമക്കുന്നതും ഭവാൻ എന്നൊരു ചൊല്ലില്ലേ. അപ്പൊ നമ്മുടെ പൂർവ്വകാലത്തിൽ സംഭവിച്ച ഒരു തെറ്റോ വിഷമത്തിനോ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും ദുഃഖിക്കുന്നതാണ് തോളിൽ ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ അതാണ്, ആ ഒരു കാര്യമാണ് ഈ ശൈലിയിൽ പറയുന്നത്. ഇനി ഡൈം എ ഡസൻ എന്ന പോയിന്റിന്റെ മീനിങ് വളരെ പെട്ടെന്ന് വളരെ മെനക്കെടാതെ കിട്ടുന്ന ഒരു കാര്യം. അതാണ് ഡൈം എ ഡസൻ എന്ന് പറയുന്നത്. ഡൈം എ ഡസൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കുന്ന ഒരു കാര്യം, വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം. ഓക്കെ, 2 ചോദ്യങ്ങളായുള്ളൂ. മുമ്പോട്ട് പോകാൻ വളരെ എക്സ്പ്ലനേഷൻ ഞാൻ നല്ല രീതിയിൽ തരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമന്റുകളാണ് ഞാൻ കൂടുതലായിട്ട് ആശിക്കുന്നത്. നല്ല നല്ല ചോദ്യങ്ങൾ വീണ്ടും. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ജെസ്സി വെയിറ്റഡ് വിത്ത് ഡാഷ് ബ്രീത്ത് ഫോർ ന്യൂസ് ഓഫ് ഹെർ സക്സസ്. ജെസ്സി വളരെയധികം കാത്തിരിക്കുകയാണ്. എന്തിനാണ്? ഡാഷ് ഫോർ ന്യൂസ് ഓഫ് ഹെർ സക്സസ്, അവളുടെ വിജയത്തിനെ കുറിച്ചുള്ള ന്യൂസിനെ കുറിച്ച് അവൾ കാത്തിരിക്കുകയാണ്. അപ്പൊ അവൾ എങ്ങനെയാണ്? വളരെ ഉത്കണ്ഠാപരവും ആവേശപരമായിട്ട് കാത്തിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളൊരു ലിസ്റ്റിൽ വന്നു, ജോലി ലഭിക്കാറായിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു പോസ്റ്റ് വളരെയധികം മറ്റുള്ളവർ കാണുന്നതല്ലേ, ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് അല്ലെ, പത്രത്തിൽ വരുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ. ഇവിടെ ബെയ്റ്റഡ് ഉണ്ട്, ബാറ്റൺ ഉണ്ട്, ബെയ്റ്റഡ് ഉണ്ട്, ബാറ്റിൽഡ് ഉണ്ട്. ബാറ്റിൽഡ് ഒരിക്കലും അല്ല, നമുക്കറിയാം ബാറ്റിൽ ആക്ഷൻ എന്താണ്, നമ്മുടെ യുദ്ധമായിട്ട് ബാറ്റിൽ അടിയാണ് അല്ലെ, അതാണ്. ഇനി അടുത്തത് അല്ലെ ബാറ്റിൽ എന്ന് പറഞ്ഞാണോ ഇടി കൂടാൻ പോകുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോകുന്നത്, അതാണ് ബാറ്റിൽ. ബെയ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇര എറിഞ്ഞു കൊടുക്കുന്നതിനെയാണ്. ആഹാരമായിട്ട് ഒരു സാധനം ഇട്ട് കൊടുത്ത് അതിനെ ചൂണ്ടയിൽ പിടിക്കുന്നതാണ് ഇര എറിഞ്ഞ് മീൻ പിടിക്കുക എന്ന് പറയും. അതാണ് ബെയ്റ്റഡ്. ഇര എറിഞ്ഞ് പിടിക്കുക എന്നുള്ള മീനിങ് ആണ് ബെയ്റ്റഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ബെറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റഡ് ബ്രീത്ത് ഒരു പ്രയോഗമാണ്. ബെറ്റഡ് ബ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാംക്ഷാഭരിതരായി, ഉത്കണ്ഠാഭരിതരായി എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ, വളരെ എക്സ്പെക്ടിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ബെയ്റ്റഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബാറ്റൺ എന്ന് പറഞ്ഞൊന്നുമില്ല. ബാറ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂസീഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു കനമുള്ള ഒരു തടിയാണ്. ബാറ്റൺ ആയിട്ട് അടിക്കൂലേ, ഡ്രം അടിക്കൂലേ, അതാണ്. ഓക്കെ, അപ്പൊ ബെറ്റഡ് ആണ് ഉത്തരം. ബെയ്റ്റഡ് ആണെങ്കിൽ എന്താണ്? ഇര പിടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതാണ്, ഫുഡ് എറിഞ്ഞു കൊടുക്കുന്ന അതാണ്. ഓക്കെ, അപ്പൊ ഇതില് സിമ്പിൾ ആയിട്ട് ഇത് കിട്ടും. ഇതിന്റെ മീനിങ് അറിയണം. ബെറ്റഡ് പല രീതിയിൽ മാറ്റി തിരിച്ചും കൊടുത്തേക്കാണ്, അത് വേറെ ഒന്നുമല്ല. കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില വാക്കുകൾക്ക് പല പല മീനിങ് വരൂലേ. ഇപ്പൊ മലയാളത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, ഘാതകൻ ഇങ്ങനെ പലത് വരൂലേ. ഘാതികൻ അങ്ങനെ മാറി തിരിച്ചൊക്കെ വരും. അത് കുഴിക്കുന്നവൻ, കൊലയാളി, അങ്ങനെ പല അർത്ഥമുണ്ട്. ഭക്ഷിക്കുന്നവൻ, ഓക്കെ, ഈ ഖായൊക്കെ വരും അല്ലെ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചോണം. ആ ഒരു മലയാളത്തിന്റെ ഒരു ക്ലാസ് ഇത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ്. മലയാളത്തിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CPU എക്സാം വരെ ഞങ്ങൾ ഈ ക്ലാസ് ഇതേ മോഡൽ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം താല്പര്യമില്ല പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അത് യൂസ്ലെസ് അല്ലേ. കാട്ടു താറാവിനോട് പിന്നിലുള്ള ഓട്ടം, ഈ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയും. അത് നിഷ്ഫലമായ പ്രവൃത്തിയാണ്, ഫൂളിഷ്നെസ് ആണ്. അപ്പൊ ഫൂളിഷ്നെസ് ആയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം, കീപ് ക്വയറ്റ് സെഡ് ദി മദർ ടു ദി ചൈൽഡിനോട്, കുട്ടിയോട് അമ്മ പറയാണ് കീപ് ക്വയറ്റ്, ഉണ്ടായിരിക്കാൻ പറയും. അപ്പൊ അത് അടുത്ത ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കാണ്, ദ മദർ ആസ്ക് ദ ചൈൽഡ് ഡാഷ്. എന്താണ്? ഇൻഡയറക്റ്റ് സെന്റൻസ് ആണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റിപ്പോർട്ട് ഓഫ് സ്പീച്ച് ആണ്. അപ്പൊ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് വരും? എടാ, ഇത് ശ്രദ്ധിക്കാൻ വേറൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും.
ഈ 4 എണ്ണത്തിൽ നിന്ന് ഒറ്റ അടിക്ക് ആൻസർ കിട്ടും, വേറൊന്നും അറിയണ്ട. ഇതാണ് PSCയുടെ ടെക്നിക്ക്. നമ്മൾ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഗ്രാമർ പഠിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ചോദിക്കൂ, വേറെ രീതിയിലൊന്നും ചോദിക്കൂല, 100% എഴുതി തരുന്നു. കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉണ്ടായിരിക്കും. അത് ഒരു മാതാവ് കുട്ടിയോടുള്ള ശാസനയോ അഡ്വൈസോ ഒക്കെ ആവും. ഇങ്ങനെയുള്ള സെന്റൻസിന് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ അടുത്ത പഠിക്കാനുള്ള സെന്റൻസിന് ഇവിടെ പഠിക്കാവുന്ന ഒരു കാര്യം ഇമ്പറേറ്റീവ് ഉപദേശം, കമാൻഡ് ഒക്കെ കൊടുക്കുന്നത്. ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ പറയണ കാര്യം അവരനുസരിക്കണം, അല്ലെങ്കിൽ അവരോടുള്ള ഒരു അനുസരിക്കാൻ വേണ്ടി പറയുന്നതാണ്. കീപ് ക്വയറ്റ്. ഇങ്ങനെയുള്ള സെന്റൻസിൽ റിപ്പോർട്ട് ഓഫ് സ്പീച്ചിൽ ടു ചേർക്കണം. മസ്റ്റ് ആണ്. ഇവിടെ വേറെ ഒന്നിനും ടു ഇല്ല, ഇത് തന്നെ ഉത്തരം. നമ്മൾ ചുമ്മാ വെറുതെ അത്രയും പഠിക്കണ്ട. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു സെന്റൻസ് വന്നിട്ട് ഈ ഓപ്ഷൻ ഇടാതെ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ അത് അവസാന ഘട്ടത്തിൽ അങ്ങനെയല്ല പഠിക്കേണ്ടത്. പഠിച്ച് സെറ്റായവർ കാണും, ഇത് കാണുമ്പോ ഇത് കളാവിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്കറിയാം, അങ്ങനെയുള്ളവർ കാണും, അത് കുറ്റം പറയല്ല, അവർ തെളിഞ്ഞവര്. ഇനി അടുത്ത ഇത് ഉപയോഗപ്രദമാവുന്നവരും ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടു കീപ് ക്വയറ്റ് അതേപോലെ വരും. ടു കീപ് ക്വയറ്റ്, ടു ആണ് ചേർക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യങ്ങളിലോട്ട് പോവാം. അപ്പൊ ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം. പേഴ്സൺ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, അതായത് ഈശ്വര വിശ്വാസം ഇല്ലാത്തവൻ കേട്ടോ, അങ്ങനെയുള്ളതിനെ പറയുന്ന ഒറ്റ പദം എന്താണ്? അതാണ് ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മലയാളത്തിലുണ്ട് ഇത്. അതാണ് ഏത്തീസ്റ്റ് കേട്ടോ. ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസി അല്ല, അവിശ്വാസിയാണ്. തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുന്നവൻ. അമച്വർ, നിങ്ങൾ ആ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യ തുടക്കക്കാരൻ എപ്പോഴും അമച്വർ ആയിരിക്കും, സ്കിൽഡ് ആയിരിക്കൂല. നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കാൻ, ഇപ്പൊ നിങ്ങൾ പോലീസിന് വേണ്ടി പഠിക്കുന്നു, പോലീസ് പരീക്ഷയിൽ നിങ്ങൾ കയറി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഒട്ടും സ്കിൽഡ് ആയിരിക്കൂല. ഓടാനും ചാടാനും മാത്രം മതിയാ ആ സ്കില്ല്. കേസ് അന്വേഷണ കാര്യങ്ങൾ നമ്മൾ സ്കില്ല് കുറവായിരിക്കും. അങ്ങനെയുള്ളതിനെ അമച്വർ എന്ന് പറയും കേട്ടാ. ഇനി പ്രോ, അതിന് ശേഷം നമ്മൾ ആവുന്നതാണ് പ്രോ എന്ന് പറയുന്നത്. നിങ്ങൾ ക്രിക്കറ്റ് മാച്ച് ഗെയിം കളിക്കുമ്പോൾ ഫുട്ബോൾ മാച്ചിലുണ്ടല്ലേ പ്രോ ഉണ്ട്, അമച്വർ കളിക്കാൻ എളുപ്പമുണ്ട്, ഡിഫിക്കൽട്ട് കളിക്കാൻ പാടാണ്, പ്രോ കളിക്കാൻ ഒരുപാട് പാടാണ് അല്ലെ. ഇനി ആൾട്രോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും ഇഷ്ടപ്പെടുന്നത്, പേഴ്സൺ ഹു ലവ്സ് എവരിബഡി. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ അത്. ഇനി ആറാമത്തെ ഫ്ലെയർ എന്ന് വെച്ചൊരു വാക്ക് തന്നിട്ട് ഡാഷ് തന്നു കഴിഞ്ഞാൽ അവിടെ ഏത് പ്രപ്പോസിഷൻ ചോദിക്കുന്നു പറഞ്ഞാൽ ഫ്ലെയർ വന്നാൽ ഫോറേ ഉപയോഗിക്കുള്ളൂ. പഠിക്കേണ്ട ടിപ്പാണ് കേട്ടാ. ഇനി ഫോർ ഉപയോഗിക്കുന്നത് എവിടേക്കെന്ന് പഠിക്കാം. അപ്ലൈ ഫോർ വരും, കപ്പാസിറ്റി ഫോർ, ഡിമാൻഡ് ഫോർ, കെയർ ഫോർ, കോമ്പൻസേറ്റീവ് ഫോർ, ഫേമസ് ഫോർ, നോൺ ഫോർ, ഫേമസ് ഫോർ, ഡിമാൻഡ് ഫോർ, കെയർ ഫോർ, പിന്നെന്താണ് കോമ്പൻസേറ്റ് ഫോർ, ഡിമാൻഡ് ഫോർ, പിന്നെന്താണ് കപ്പാസിറ്റി ഫോർ, അപ്ലൈ ഫോർ, ഫേമസ് ഫോർ, നോൺ ഫോർ. കിട്ടൂലേ? ഇനി ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ ഗിവൺ എ പെൻ. ഈ ക്വസ്റ്റ്യനിൽ തെറ്റായ ഭാഗം ഏത്? ഈച്ച് ഓഫ് ദ, ഓപ്ഷൻ എ ബോയ്സ്, ഓപ്ഷൻ ബി വെയർ, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഗിവൺ. തെറ്റായ ഓപ്ഷൻ ഇതാണ്, സി ആണ്, വെയർ ആണ്. വെയർ ഉപയോഗിക്കൂല. ഈ ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വെർബ് എപ്പോഴും സിംഗുലറേ വരൂ, വാസേ വരൂ, വെയർ വരൂല. വാസ് ഗിവൺ എ പെൻ എന്നേ വരുള്ളൂ. ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഈച്ച് ഓഫ് ദ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോയ്സ് വരണം, എസ് വരണം. പിന്നെ അതുകൊണ്ട് ഇത് തെറ്റല്ല. ഈച്ച് ഓഫ് ദ എന്ന് പറഞ്ഞാൽ ബോയ്സ് വന്നുകൊണ്ട് ഈച്ച് ഓഫ് ദ തെറ്റില്ല. തെറ്റ് ഇവിടെ വെയർ ഉപയോഗിക്കാൻ പറ്റൂല, സിംഗുലറേ ഉപയോഗിക്കാൻ പറ്റൂ, വാസേ ഉപയോഗിക്കുള്ളൂ. വെയറും വാസും തമ്മിലുള്ള വ്യത്യാസം, വെയർ എപ്പോഴും കുറെ ആൾക്കാരുള്ളപ്പം വെയർ ഉപയോഗിക്കും. ഇവിടെ ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഉപയോഗിക്കും. പക്ഷെ ഈച്ച് ഓഫ് ദ ബോയ്സിൽ ഓരോരുത്തരും, അപ്പൊ അത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ വാസ് ഉപയോഗിക്കുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. എട്ടാമത്തെ ചോദ്യം. ഡിഡ് ദി ബ്ലാസ്റ്റ് ടെറിഫൈ ദി ചിൽഡ്രൻ? ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഒരു ചോദ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് ടു പാസീവ് വോയിസ് ആണ്, വോയിസ് മാറ്റാനാണ്. വോയിസ് മാറ്റി എപ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും അവസാനം കിടക്കുന്ന സബ്ജക്ട് ആദ്യം വരും. അങ്ങനെ വരുന്നത് ഏതാണ്? ഇത് ഇവിടെ ബ്ലാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അതല്ല. ദി ചിൽഡ്രൻ ഇവിടെ കറക്റ്റ് ആണ്, ദി ചിൽഡ്രൻ ഇവിടെയും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇതെന്തായാലും തെറ്റാണ്. ഡിഡ് ദി ബ്ലാസ്റ്റ് ടെറിഫൈ ദി ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ദി ചിൽഡ്രനിൽ തുടങ്ങണം. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡോ എന്തെങ്കിലും ആദ്യം വരും. അപ്പൊ വാസ് ദ ചിൽഡ്രൻ എന്ന് പറയൂല, തെറ്റാണ്. വാസ് ദ ചിൽഡ്രൻ എന്ന് പറയൂ ഇല്ല. ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കും, സിംഗുലർ വെർബ് ഉപയോഗിക്കൂല. അപ്പം വേറെ ഉപയോഗിക്കുള്ളൂ. ഇവിടത്തെ പോലെ ഇവിടെ വാസ് ഉപയോഗിക്കാൻ കാര്യം ഈച്ച് ഓഫ് ദ ബോയ്സ് എന്നൊന്നുകൊണ്ടാണ്. വെറും ബോയ്സ് ആണെങ്കിൽ വേറെ ഉപയോഗിക്കുള്ളൂ. അപ്പം വേറിൽ തുടങ്ങും. ഇവിടെ തന്നെ രണ്ട് ഓപ്ഷനാണ്, ഞാൻ ചെറുതാക്കി എഴുതിയിരിക്കുന്നത്. വേർ ദ ചിൽഡ്രൻ ടെറിഫൈഡ് എന്ന് വരുമോ, ടെറിഫൈയിങ് എന്ന് വരുമോ, ബൈ ദി ബ്ലാസ്റ്റ്. അതാണ് ക്വസ്റ്റ്യൻ.
ആക്റ്റീവ് ആൻഡ് പാസീവ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ടെറിഫൈയിങ് വരൂല, ടെറിഫൈഡേ വരുള്ളൂ കേട്ടാ. അതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. അപ്പം വേറെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, വാസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റൂല. എപ്പോഴും അവസാനം പറയുന്ന ആളിനെ ഉപയോഗിക്കാൻ പറ്റൂ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാലെണ്ണത്തിന് സെലക്ട് ചെയ്തെടുത്തോളൂ. രണ്ട് ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ വെച്ചായിരിക്കും, അപ്പൊ അത് വരൂല. അവസാനം കിടക്കുന്ന സബ്ജക്റ്റേ വരും. ഇതാ ചിൽഡ്രനിലേ തുടങ്ങുള്ളൂ. അവിടെ ചിൽഡ്രൻ വരുമ്പോൾ വാസ് ഉപയോഗിക്കാൻ പറ്റൂല, വേറെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ടെറിഫൈയിങ് എന്ന് വരൂല, ഫൈഡ് എന്നേ വരുള്ളൂ കേട്ടാ. ഇത്രേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻ ആകുമ്പോൾ തീരും. അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ് 2 ടിപ്പോട് കൂടി നമ്മൾ നിർത്തുന്നു. ഇനി നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോകുമെങ്കിൽ നിങ്ങളുടെ കമന്റ്സിനെ ആസ്പദമാക്കി മാത്രമായിരിക്കും. ഓക്കെ. അക്കോമൊഡേഷൻ എന്ന വാക്ക് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ശരിയായ രീതി അക്കോമൊഡേഷൻ, ഇതാണ് കറക്റ്റ് രീതി കേട്ടോ. അക്കോമൊഡേഷൻ എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ, അക്കോമൊഡേഷൻ എന്ന വാക്ക് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായ സ്പെല്ലിങ് വരുന്നത് എവിടെയാണ് എന്നൊരു കാര്യം നമ്മൾ നോക്കണം. ഓക്കെ. വേറെ വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിയത്. ഓക്കെ. അപ്പൊ അക്കോമൊഡേഷനിൽ ശ്രദ്ധിക്കേണ്ടത് 2 C ഉണ്ടാവും, 2 M ഉണ്ടാവും. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. 2 സിയും 2 എമ്മും ഉണ്ടാവും. അക്കോമൊഡേഷൻ, മൊഡേഷൻ, മൊഡേഷൻ MODATION കിട്ടൂലേ? മൊഡേഷൻ കിട്ടൂല. അക്കോ എന്ന് എഴുതുമ്പോ ACCO കിട്ടും. അക്കോ അല്ലേ? മലയാളം നോക്കിയാൽ മതി. അക്കോ ACCO ആവൂലേ? മൊഡേഷൻ, മൊഡേഷൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ MODATION എഴുതും. പക്ഷെ ഒരു എമ്മും കൂടെ അതിലുണ്ട് എന്നൊരു കാര്യം ആലോചിക്കുക. അക്കോമൊഡേഷൻ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച BYQ ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയ്തർ മൈ ബ്രദർ നോർ മൈ പേരൻസ് ഡാഷ് ടു ദി പാർട്ടി. ഇവിടെ ഈ പ്രയോഗം നോക്കല്ല. നെയ്തർ നോർ എന്ന് പറയുന്ന പ്രയോഗം നിങ്ങൾ നോക്കുക. നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നീ പ്രയോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും രണ്ടാമത്തെ സബ്ജക്റ്റിനെ നോക്കണം. ഒന്നാമത്തെ സബ്ജക്റ്റ് മൈ ബ്രദർ ആണ്, ഇത് ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് പേരൻസ് ആണ്. രണ്ടാമത്തെ സബ്ജക്റ്റിനെ നോക്കി വേണം ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ടു ദ പാർട്ടി. രണ്ടാമത്തെ സബ്ജക്റ്റ് എന്താണ്? പേരൻസ് ആണ്. പേരൻസ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, അത് വരൂല. ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, അത് വരും. ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, അത് വരൂല. ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. സ്കിറ്റ് ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ നെയ്തർ ഓർ നോട്ട് ഓൺലി ബട്ട് ആൾസോ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. രണ്ടാമത്തെ സബ്ജക്റ്റ് നോക്കി എടുക്കുക, അത് പ്ലൂറൽ ആണോ നോക്കിയിട്ട് ഇതേ കണക്ക് ആൻസർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ എത്ര വാങ്ങാൻ പറ്റും അത് നോക്ക്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും, മാർക്ക് കയറും.